കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ കർഷകർക്ക് തീരാ നഷ്ടം. കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരത്തിൽ സൂക്ഷിച്ചിരുന്ന ടൺ കണക്കിന് നെല്ല് മഴവെള്ളത്തിൽ കുതിർന്നുപോയി. സ്കൂൾ വിദ്യാർത്ഥിനികളായ 2 പെൺകുട്ടികളോട് ലൈംഗികാതിക്രമം നടത്തിയ പ്രതിക്ക് സംരക്ഷണമൊരുക്കി മാള പോലീസ്. പ്രതിക്കെതിരെ കേസ് ചാർജ് ചെയ്തെങ്കിലും ഇയാളെ അറസ്റ്റ് ചെയ്യാൻ മാള പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന് മുന്നോടിയായുള്ള കുംഭഭരണിക്ക് കൊടിയേറി. ഭഗവതിക്ക് പട്ടും താലിയും സമർപ്പിക്കുന്നതാണ് ചെറുഭരണി നാളിലെ പ്രധാന ചടങ്ങ്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ കർഷകർക്ക് തീരാ നഷ്ടം. കാരക്കുളത്തുനാട് പാടശേഖരത്ത് കൃഷിയിറക്കിയ കർഷകർക്കാണ് അപ്രതീക്ഷിതമായി പെയ്ത വേനൽ മഴ കനത്ത നാശം വിതച്ചത്. കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരത്തിൽ സൂക്ഷിച്ചിരുന്ന ടൺ കണക്കിന് നെല്ല് മഴവെള്ളത്തിൽ കുതിർന്നുപോയി. ദിവസങ്ങൾക്ക് മുൻപ് കൊയ്തെടുത്ത നെല്ലാണ് മെതി കഴിച്ച് ഇവിടെ സൂക്ഷിച്ചിരുന്നത്. ഇവിടെ കൂട്ടിയിടുന്ന നെല്ലാണ് ലോറിയിൽ കയറ്റിക്കൊണ്ടുപോയി സംഭരിക്കുന്നത്. പാകമായ നെല്ല് പാടശേഖരത്ത് കൂട്ടിയിട്ട് ടാർപ്പായ ഷീറ്റ് ഉപയോഗിച്ച് മൂടിയിടുകയാണ് പതിവ്. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ മഴ നെല്ലെല്ലാം കുതിർത്തി. കനത്ത കാറ്റിൽ ടാർപ്പായ പറന്നു പോവുകയും ചെയ്തു. കണ്ടങ്ങളിൽ മുട്ടോളം വെള്ളം നിറഞ്ഞിരുന്നു. പാടശേഖരത്ത് കൊയ്യാൻ പാകമായിട്ടുള്ള നെല്ല് വെള്ളത്തിലാണ്. 2007 രൂപീകരിച്ച കാക്കുളത്തുനാട് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ 65 ഏക്കർ സ്ഥലത്താണ് ഇവിടെ കൃഷി ഇറക്കുന്നത്. കടമെടുത്തും പലിശക്കെടുത്തും കൃഷിയിറക്കിയ കർഷകനാണ് ദുരിതത്തിലായിരിക്കുന്നത്. ഈ പാടത്തിന്റെ ഒരു ഭാഗമാണ് കാരക്കുളനാട് പാടത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ ഇനി ഏക്കറുകളോളം ഇനി അങ്ങോട്ട് കൊയ്യാൻ കിടക്കുകയാണ്. അതിലാണ് ഇപ്പോൾ മോട്ടറൊക്കെ വെച്ച് വറ്റിച്ചിട്ടാണ് നമ്മൾ ഈ പാടം വറ്റിച്ച് ഏതാണ്ട് കൊയ്യാൻ പാകത്തിനാക്കിയത്. ഇപ്പോൾ പെട്ടെന്ന് വന്ന മഴയിൽ കാണുന്നതാണ് ഈ സംഭവം. വിളവ് കൂടിയിട്ടുണ്ട്. ഇനി ഇതിൽ പുല്ല് അതിക്രമിച്ച് കയറും. ഇനി ഇത് കൊയ്യണമെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞിട്ട് വേണം ഈ വെള്ളം ഒന്ന് വറ്റിയിട്ട് കൊയ്യാനായിട്ട്? അപ്പോഴേക്കും ഇത് കൊയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായി പോകും. അത് ആണ് ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ദുരിതം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഏക്കറോളം ഇനി കൊയ്യാൻ കിടക്കുകയാണ്. അതും ഈ ചെറുകിട കർഷകരെയാണ്. 50 സെന്റ് 1 ഏക്കർ വരെയുള്ള ചെറുകിട കർഷകരെയാണ്, ഈ സമിതിയിൽപ്പെട്ട കർഷകരെയാണ് ഇതൊക്കെ ഈ പാടശേഖരത്തിൽ ഉള്ളത്. മീഡിയ ടൈം, ചാലക്കുടി. സ്കൂൾ വിദ്യാർത്ഥിനികളായ 2 പെൺകുട്ടികളോട് ലൈംഗികാതിക്രമം നടത്തിയ പ്രതിക്ക് സംരക്ഷണമൊരുക്കി മാള പോലീസ്. പ്രതിക്കെതിരെ കേസ് ചാർജ് ചെയ്തെങ്കിലും ഇയാളെ അറസ്റ്റ് ചെയ്യാൻ മാള പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. പോക്സോ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള പഴുത് മാള പോലീസ് ഒരുക്കുകയാണെന്നാണ് ആക്ഷേപം. 2024 നടന്ന കുറ്റകൃത്യമാണ് 2 സ്കൂൾ വിദ്യാർത്ഥിനികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം. കുട്ടികളുടെ ബന്ധുവിൽ നിന്നുമാണ് അതിക്രമം നേരിട്ടത്. വിവരമറിഞ്ഞ മാതാപിതാക്കൾ ചൈൽഡ് ലൈനിന് പരാതി നൽകി. തുടർന്നാണ് കേസ് മാള പോലീസിൽ എത്തുന്നത്. കുട്ടികളുടെ മെഡിക്കൽ പരിശോധനയും തുടർന്നുള്ള മൊഴിയെടുക്കലും പോലീസ് പൂർത്തിയാക്കി. FIR രജിസ്റ്റർ ചെയ്തെങ്കിലും പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ 1 മാസം പിന്നിട്ടിട്ടും മാള പോലീസ് ഇനിയും തയ്യാറായിട്ടില്ല. ഇരകളായ കുട്ടികളുടെ ആവർത്തിച്ചുള്ള മൊഴിയെടുക്കൽ മാത്രമാണ് നടക്കുന്നതെന്ന് മാതാപിതാക്കൾ മീഡിയ ടൈമിനോട് പറഞ്ഞു. അതിനിടെ പ്രതിയായ ബന്ധുവിന് മുൻകൂർ ജാമ്യം കിട്ടുന്നതിനുള്ള അവസരവും പോലീസ് ഒരുക്കുന്നുണ്ടെന്ന് നിയമവൃത്തങ്ങളിൽ നിന്ന് സൂചന ലഭിച്ചു. ഇരകളുടെ മൊഴി, മെഡിക്കൽ റിപ്പോർട്ട്, സാക്ഷിമൊഴികൾ ഇവ ഉറപ്പാക്കിയിട്ടും അറസ്റ്റ് വൈകുന്നത് എന്താണെന്നാണ് ചോദ്യം. അതിനിടെ കേസ് ഒതുക്കി തീർക്കാൻ പോലീസ് തന്നെ ശ്രമിക്കുന്നതായും കേസിലെ പരാതിക്കാരായ മാതാപിതാക്കൾ പറയുന്നു. മാള പോലീസ് കേസ് അന്വേഷണത്തിൽ മെല്ലെപ്പോക്ക് സ്വീകരിക്കുന്നതിൽ മുൻപും ആക്ഷേപമുയർന്നിട്ടുണ്ട്. മീഡിയ ടൈം, മാള. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന് മുന്നോടിയായുള്ള കുംഭഭരണിക്ക് കൊടിയേറി. പരമ്പരാഗത അവകാശിയായ കാവിൽ വീട്ടിൽ ആനന്ദനും ശിവകുമാറും സംഘവും ഭഗവതിക്ക് പട്ടും താലിയും സമർപ്പിക്കുന്നതാണ് ചെറുഭരണി നാളിലെ പ്രധാന ചടങ്ങ്. മാർച്ച് 15-ന് കോഴിക്കല്ല് മൂടലും 21-ന് അശ്വതി കാവുതീണ്ടലും 22-ന് ഭരണിയും നടക്കും. പരമ്പരാഗത അവകാശിയായ കാവിൽ വീട്ടിൽ ആനന്ദനും ശിവകുമാറും സംഘവും ഭഗവതിക്ക് പട്ടും താലിയും സമർപ്പിക്കുന്നതാണ് ചെറുഭരണി നാളിലെ പ്രധാന ചടങ്ങ്. വലിയ തമ്പുരാൻ നൽകിയ അധികാര ചിഹ്നമായ പവിഴമാല ധരിച്ചാണ് ആനന്ദനും സംഘവും എത്തിയത്. ഇവർ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ എത്തിയതോടെ അടികൾമാരും ക്ഷേത്ര ജീവനക്കാരും ഭക്തജനങ്ങളുമടക്കം പ്രദക്ഷിണ വഴിയൊഴിഞ്ഞ് കാത്തുനിന്നു. ആനന്ദനും അനന്തരാവകാശിയും 3 വട്ടം ക്ഷേത്ര പ്രദക്ഷിണം നടത്തിയ ശേഷം വടക്കേ നടയിലെ കോഴിക്കല്ലിൽ പട്ടും താലിയും സമർപ്പിച്ച് ദേവിയെ വണങ്ങി. ക്ഷേത്രാങ്കണം ശുദ്ധമാക്കിയതിനു ശേഷം അടികൾമാരും മറ്റും ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു. ചടങ്ങുകൾ പൂർത്തിയായതോടെ ക്ഷേത്ര നടപ്പന്തലുകളിലും ആൽമരങ്ങളിലും മീനഭരണിയുടെ വരവറിയിച്ചുള്ള കൊടിക്കൂറകൾ ഉയർന്നു.
മാർച്ച് 15-ന് കോഴിക്കല്ലുമൂടലും 21-ന് അശ്വതി കാവുതീണ്ടലും 22-ന് ഭരണിയും നടക്കും. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. പെരിഞ്ഞനം പള്ളിയിൽ ഭഗവതി ക്ഷേത്രമുറ്റത്ത് ഒരാനയുണ്ട്. കളവിച്ചിരാട്ടിൽ ദേവിദാസൻ. 8.5 അടി പൊക്കവും 10 അടി നീളവുമുള്ള ദേവിദാസിന്റെ അടുത്ത് പക്ഷേ ധൈര്യത്തോടെ ആർക്കും ചെല്ലാം. നെറ്റിപ്പട്ടം കെട്ടി തുമ്പിക്കൈയും ചെവിയുമാട്ടി നിൽക്കുന്ന ഈ ഗജവീരന്റെ കൂടെ സെൽഫി എടുക്കാം. പെരിഞ്ഞനം സ്വദേശി കളവിരച്ചാട്ടിൽ മധു നിർമ്മിച്ച കൃത്രിമ ആനയാണ് കാഴ്ചക്കാർക്ക് വിസ്മയമാകുന്നത്. സ്റ്റീൽ, ഫോം ഷീറ്റ്, സ്പോഞ്ച്, റബ്ബർ തുടങ്ങിയവ ഉപയോഗിച്ചാണ് 1 വർഷത്തോളമെടുത്ത് മധു ആനയെ നിർമ്മിച്ചത്. വെൽഡിങ്ങും ഇലക്ട്രിക്കൽ പണികളും ഒഴിച്ച് ബാക്കിയെല്ലാം മധു തന്നെയാണ് പൂർത്തിയാക്കിയത്. 4.5 ലക്ഷം രൂപയോളമാണ് നിർമ്മാണ ചെലവ്. സ്കൂൾ കാലഘട്ടം മുതൽ ചെറിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന മധു വിദ്യാർത്ഥികൾക്ക് എക്സിബിഷനും മറ്റും ആവശ്യമായ നിർമ്മിതികൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഫൈബർ ഉപയോഗിച്ച് ചെറിയ ആനകളെ നിർമ്മിച്ച ആത്മവിശ്വാസത്തിൽ നിന്നാണ് വലിയ ആനയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് മധു എത്തിയത്. 4 ചക്രത്തിലുള്ള തട്ടിൽ മോട്ടോർ ഘടിപ്പിച്ച ആനയെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ഇക്കഴിഞ്ഞ ദിവസം പെരിഞ്ഞനം പള്ളിയിൽ ഭഗവതി ക്ഷേത്രോത്സവത്തിന് തുടക്കം കുറിച്ച് നടന്ന കൊടിയേറ്റ ചടങ്ങിന് ദേവിദാസനും നെറ്റിപ്പട്ടം ചാർത്തി അകമ്പടിയായി ഉണ്ടായിരുന്നു. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ഷേത്രത്തിലെ ഉത്സവം കഴിയുന്നതുവരെ ഇനി ദേവിദാസനും ക്ഷേത്രമുറ്റത്തുണ്ടാകും. അത് നമ്മുടെ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ആന നമ്മൾ പണ്ട് ചെറുപ്പം മുതൽ ഉണ്ടാക്കാറുണ്ട് സാധാരണ. അപ്പോൾ നമ്മുടെ സുധി കൊമ്പത്തുറമ്പിലെ നമ്മളെ വീട്ടിലെ പയ്യനാണല്ലോ. അപ്പോൾ അവൻ്റെ ഒരു പ്രചോദനം കൂടി ഈ വലിയ ആന ഉണ്ടാക്കാനുള്ളൊരു കാരണമായിട്ടുണ്ട്. പിന്നെ അത് ഉണ്ടാക്കാനൊത്തിരി ടൈം എടുത്തു എന്നുള്ളതാണ്. ചില 1 കൊല്ലവും 28 ദിവസം പിടിച്ചു. എന്താണെന്ന് വെച്ചാൽ ഈ 1/2 മണിക്കൂർ 1 മണിക്കൂർ ചിലപ്പോൾ 1/2 ദിവസം അതിൽ കൂടുതൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഈ മെറ്റീരിയൽ സ്റ്റീലാണ്. സ്റ്റീൽ മെറ്റീരിയൽ, റബ്ബർ ഷീറ്റ്, ഫോം ഷീറ്റ്, അതുപോലെ സ്പോഞ്ച്, നെറ്റ്, മാറ്റ്, ഇതെല്ലാം ഇതിലുണ്ട്. അങ്ങനെയാണ് ഇതിനെ പൂർണ്ണ രൂപമാക്കി മാറ്റിയിരിക്കുന്നത്. ചലിക്കുന്ന ഇതുണ്ട്. മെക്കാനിക്കൽ ആക്കാനുള്ള പ്ലാൻ നേരത്തെ ഉണ്ടായിരുന്നു എനിക്ക്. ചെറിയ ആന ഉണ്ടാക്കുമ്പോൾ തന്നെ ഈ കാറ്റ് വരില്ലേ, കാറ്റിലാടുന്ന തല അനക്കുന്ന രീതിയിലൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അതിനുശേഷം പിന്നെ മെക്കാനിക്കലാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത്. മീഡിയ ടൈം, പെരിഞ്ഞനം. പൂരപ്പറമ്പിൽ എഴുന്നള്ളിച്ചു നിർത്തിയ ആനയുടെ കാൽച്ചുവട്ടിലിരുന്ന് നോമ്പുതുറ. തൃശ്ശൂരിൽ നിന്നുള്ള ഈ വീഡിയോ കേരള സമൂഹം ഏറ്റെടുത്തിരിക്കുകയാണ്. തൃശ്ശൂർ വെങ്കിടങ്ങ് പാടൂർ പുതുക്കാവ് ക്ഷേത്രോത്സവത്തിനിടെ എഴുന്നള്ളിച്ച അക്രമേൽ ശേഖരൻ എന്ന ആനയുടെ പാപ്പാന്റെ നോമ്പുതുറയാണ് വീഡിയോയിൽ. തൃശൂർ വെങ്കിടങ്ങിൽ പൂരത്തിനിടെയാണ് നോമ്പു തുറക്കൽ നടന്നത്. നാട്ടുകാരനായ അഫ്സൽ പാടൂർ എടുത്ത വീഡിയോ റിയൽ കേരള സ്റ്റോറി എന്ന വിശേഷണത്തോടെയാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത്. പൂരം എഴുന്നള്ളിപ്പിനിടെ ആനപ്പാപ്പാന്റെ നോമ്പുതുറ ജനഹൃദയങ്ങളിൽ മതസൗഹാർദ്ദ കാഴ്ചയായി. കഴിഞ്ഞ ദിവസം നടന്ന തൃശൂർ വെങ്കിടങ്ങ് പാടൂർ പുതുക്കാവ് ക്ഷേത്രോത്സവത്തിനിടെ എഴുന്നള്ളിച്ച അക്കരമേൽ ശേഖരൻ എന്ന ആനയുടെ പാപ്പാന്റെ നോമ്പുതുറയാണ് വീഡിയോയിൽ. ക്ഷേത്രം കമ്മിറ്റി തന്നെയാണ് നോമ്പുതുറയ്ക്ക് സൗകര്യം ഒരുക്കിയത്. ആനയുടെ ഉടമയും 1ാം പാപ്പാനുമായ കോഴിക്കോട് താമരശ്ശേരി സ്വദേശി സൈനുദ്ദീൻ എഴുന്നള്ളിച്ച ആനയുടെ അരികിലിരുന്ന് വ്രതശുദ്ധിയോടെ നോമ്പു തുറന്ന് നേരത്തെ ക്ഷേത്രം കമ്മിറ്റിക്കാർ ഭക്ഷണം കഴിക്കാൻ വിളിച്ചെങ്കിലും നോമ്പാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നോമ്പുതുറയ്ക്ക് സംവിധാനം ചെയ്യാമെന്ന് അവർ പറയുകയായിരുന്നു. കൂട്ടിയെഴുന്നള്ളിപ്പ് സമയത്താണ് ബാങ്ക് വിളി കേട്ടത്. കൃത്യസമയത്ത് തന്നെ പഴങ്ങളുമായി കമ്മിറ്റി അംഗമെത്തി. തുടർന്ന് സൈനുദ്ദീൻ നോമ്പ് തുറന്നു. എല്ലാ വർഷവും ഈ സമയങ്ങളിൽ തന്നെയാണ് നോമ്പുകാലവും വരാറുള്ളത്. എങ്കിലും എഴുന്നള്ളിപ്പിനിടെ നോമ്പ് തുറക്കുന്നത് ആദ്യമാണെന്ന് സൈനുദ്ദീൻ പറഞ്ഞു. മീഡിയ ടൈം, തൃശൂർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ ആല ഗോതുരുത്ത് റോഡിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ നിർവഹിച്ച് നാടിന് സമർപ്പിച്ചു. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് സംസ്ഥാനതല ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗോതുരുത്ത് LP സ്കൂളിൽ നടത്തിയ ചടങ്ങിൽ ET ടൈസൺ MLA വിശിഷ്ടാതിഥിയായി. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷാജി, പൊതുമരാമത്ത് വകുപ്പ് നിരത്തുകൾ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C രാകേഷ്, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. പുത്തഞ്ചിറ കണ്ണിക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. ദീപാരാധന, ഭദ്രകാളി രൂപക്കളം, തായമ്പക എന്നിവയ്ക്ക് ശേഷം
വിദ്യാഭ്യാസ അവാർഡ് വിതരണം, എഴുന്നള്ളിപ്പ്, ഗുരുതി എന്നിവ നടന്നു. കൊടുങ്ങല്ലൂർ നഗരസഭ തിരുവഞ്ചിക്കുളം വാർഡിന്റെ നേതൃത്വത്തിൽ മേത്തല വില്ലേജ് ഓഫീസർക്ക് സ്വീകരണം നൽകി. സംസ്ഥാന റവന്യൂ അവാർഡ് 2026 പ്രഖ്യാപിച്ചപ്പോൾ തൃശൂർ ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസറായി തെരഞ്ഞെടുക്കപ്പെട്ട മേത്തല വില്ലേജ് ഓഫീസർ PR പ്രശാന്തിന് വില്ലേജ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന തിരുവഞ്ചിക്കുളം വാർഡിന്റെയും വികസന സമിതിയുടെയും ആഭിമുഖ്യത്തിലാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത്. കൗൺസിലർ MS വിനയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ മേത്തല പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, മുൻ കൗൺസിലർമാരായ KA വത്സല, CS സുവിന്ദ്, AV വിശ്വൻ എന്നിവർ സംസാരിച്ചു. പൂർവികരായ ഗുരുക്കന്മാർ നമ്മളെ മനുഷ്യരാക്കാൻ ശ്രമിച്ചപ്പോൾ സമകാലിക വ്യവസ്ഥയിൽ ബ്രാഹ്മണ്യത്തെ തിരിച്ചുകൊണ്ടുവരുവാൻ ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്ന് കേരള ലൈബ്രറി കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ KV കുഞ്ഞികൃഷ്ണൻ. IR കൃഷ്ണൻ മേത്തല ഫൗണ്ടേഷൻ 10ാമത് സാഹിത്യ പുരസ്കാര സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാനവികതയിൽ ഊന്നിയ സാമൂഹിക ഘടനയെ തകർക്കാനുള്ള ശ്രമത്തെ നാം ചെറുക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. ചടങ്ങിൽ ഫൗണ്ടേഷൻ ചെയർമാൻ പൂയപ്പള്ളി തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. കൃഷ്ണൻ മാസ്റ്ററുടെ പേരിലുള്ള ശില്പവും 15,001 രൂപയും അടങ്ങുന്ന പുരസ്കാരം ജേതാവ് VU സുരേന്ദ്രന് ഡോക്ടർ KV കുഞ്ഞികൃഷ്ണൻ സമ്മാനിച്ചു. രാധാകൃഷ്ണൻ വെട്ടത്ത്, MK സഹീർ, CC വിപിൻ ചന്ദ്രൻ, ശ്യാം കൃഷ്ണൻ, നോവലിസ്റ്റ് TK ഗംഗാധരൻ, ഉഷാദേവി, ഡോക്ടർ ഷീന കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് തല ഹിന്ദു ഏകതാ സമ്മേളനം നടത്തി. മൗനയോഗി സ്വാമി ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി പ്രസിഡന്റ് ഷജിൽ കരീംപറമ്പിൽ അധ്യക്ഷനായി. കവി സുരേഷ് ബാബു കിള്ളിക്കുരിശിമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. ഐരാണീശം വൈദേഹി സുരേഷ് സോപാന സംഗീതം അവതരിപ്പിച്ചു. സാമുദായിക സംഘടനാ പ്രതിനിധികളായ ജയന്തൻ പുത്തൂർ, K സുധാകരൻ നായർ, പുരുഷോത്തമൻ, സുന്ദർരാജ്, രാമകൃഷ്ണൻ കിളിക്കോട്ട്, സംഘാടക സമിതി ജനറൽ സെക്രട്ടറി രജീവൻ മുറ്റിച്ചൂർ, കൺവീനർ മോഹൻദാസ് കോഴിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. അരിപ്പാലം പതിയാംകുളങ്ങര ക്ഷേത്രത്തിൽ അശ്വതിവേല ഞായറാഴ്ച ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾ, പ്രസാദൂട്ട്, വൈകിട്ട് നടന്ന കാഴ്ചശീവേലയ്ക്ക് കലാമണ്ഡലം ശിവദാസന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം, പാണ്ഡിമേളം, ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, വിവിധ ദേശങ്ങളിൽ നിന്നും താലിവരവ്, ഖണ്ഡാകർണ ക്ഷേത്രം, പണിക്കാട് ഭഗവതി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിൽ നിന്നും എഴുന്നള്ളിപ്പ്, വിളക്കിനെഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ കർഷകർക്ക് തീരാ നഷ്ടം. കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരത്തിൽ സൂക്ഷിച്ചിരുന്ന ടൺ കണക്കിന് നെല്ല് മഴവെള്ളത്തിൽ കുതിർന്നുപോയി. സ്കൂൾ വിദ്യാർത്ഥിനികളായ 2 പെൺകുട്ടികളോട് ലൈംഗിക അതിക്രമം നടത്തിയ പ്രതിക്ക് സംരക്ഷണമൊരുക്കി മാള പോലീസ്. പ്രതിക്കെതിരെ കേസ് ചാർജ് ചെയ്തെങ്കിലും ഇയാളെ അറസ്റ്റ് ചെയ്യാൻ മാള പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന് മുന്നോടിയായുള്ള കുംഭഭരണിക്ക് കൊടിയേറി. ഭഗവതിക്ക് പട്ടും താലിയും സമർപ്പിക്കുന്നതാണ് ചെറുഭരണി നാളിലെ പ്രധാന ചടങ്ങ്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.